ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ട്. ഞാനിവിടെ നിങ്ങൾക്ക് ഒരു എക്സർസൈസുകൾ പരിചയപ്പെടുത്തി തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇവിടെ ഇടുന്നത്. ഇത് നമ്മൾ പുഷപ്പ് എടുക്കുക. നമ്മളൊക്കെ ഈ വലിയ വലിയ നടന്മാരും വലിയ വലിയ നടികളൊക്കെ വീടുകളിൽ എക്സർസൈസ് ചെയ്യുന്നത് നമ്മൾക്ക് കാണാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിലും കുറച്ച് സമയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്കും ഒരു ഉണ്ണി മുകുന്ദനോ ഒരു ഹണി റോസോ ആവാൻ പറ്റും. മോഹൻലാലോ മമ്മൂട്ടിയോ ഒക്കെ ആവണമെങ്കിൽ പണികൾ കുറേയുണ്ട്. നമ്മൾ കരുതും ഇവരെല്ലാവരും ഇങ്ങനെ ചുള്ളന്മാരും ചുള്ളികളുമായിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണെന്ന്. അല്ല, ഇവർ കൂടുതൽ വളരെയധികം എഫർട്ടുകൾ എടുത്തിട്ടും നമ്മൾ ആർത്തിയോടെ കഴിക്കുന്ന പല ഭക്ഷണങ്ങളും മാറ്റിവെച്ചിട്ടുമാണ് അവർ അവരുടെ ജീവിത രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ പെട്ടെന്ന് മോഹൻലാലിനെയോ മമ്മൂട്ടിയെയോ കാണുമ്പോൾ ഹായ് എന്തൊരു ഭംഗിയാണ്, ഹണി റോസിനെ കാണുമ്പോഴും ഹായ് എന്തു ഭംഗിയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇവർ ജീവിതത്തിൽ എടുക്കുന്ന എക്സർസൈസുകളും ഇവരിരിക്കുന്ന ആ ഒരു ധ്യാന രീതികളുമെല്ലാം കണ്ടുപഠിക്കേണ്ടതാണ്. ഞാൻ വളരെ ആളുകളെ കാണുകയും അവരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കസർത്തുകൾ ഇവിടെ കാണിക്കുന്നത്. ഇത് കലാഭവൻ മണിയൊക്കെ കാണിക്കുന്ന ഒരു കസർത്താണ്. അതായത് തലകുത്തി കാലും മേപ്പോട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതോടൊപ്പം തന്നെ ധ്യാനത്തിൽ, അതായത് ഏകാഗ്രമായിട്ട് 1 മിനിറ്റോ 5 മിനിറ്റോ 10 മിനിറ്റ് വരെ ഇങ്ങനെ നിൽക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ ബനിയൻ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം നമ്മളിതിൽ പിച്ച വെച്ച് നടക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരെല്ലാം വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെയാണ് ഈ വക കസർത്തുകൾ കാണിക്കുന്നത്. നമ്മളത്രയ്ക്ക് സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ടും വളരെ ഈ കാണിക്കുന്നതാണ്. ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് സ്ഥലത്ത് ചെന്നപ്പോൾ, സ്ക്രാപ്പൊക്കെ വിൽക്കുന്ന സ്ഥലത്ത് ആണ് ഇത് ഞാൻ കണ്ടത്. ഏതോ ഒരു വലിയ വീട്ടിലെ ഇതെന്ന് തോന്നിക്കുന്ന ഈ ഉപകരണം അവിടെ ഞാൻ കണ്ടു. അവിടെ നമുക്ക് 1500 രൂപ കൊടുത്തിട്ട് ഇത് വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവരാനും പറ്റി. അപ്പോൾ ഇതുപോലത്തെ ഉള്ള ഉപകരണങ്ങൾ നമുക്ക് പുതിയത് വില കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ലെങ്കിലും പഴയത് കിട്ടുമെങ്കിൽ അത് മേടിച്ചിട്ട് വെറുതെ കുറച്ച് നേരം ഇങ്ങനെ കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒന്ന് വെറുതെ ഇരിക്കുന്നതിലും നല്ലതല്ലേ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതിൻ്റെയൊക്കെ വലിയ വിലകൾ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധം അപ്പോൾ തന്നെ പോകും. അതുകൊണ്ട് ബോധം പോകുന്ന തരത്തിലുള്ള സാധനങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് വെറുതെ ബുദ്ധിമുട്ടുന്നതിലർത്ഥമില്ല. ഇതുപോലെയുള്ള സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ജിമ്മ് പരീക്ഷിക്കാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മാറ്റിവെക്കുന്നതിൽ നമുക്ക് സങ്കോചം വേണ്ട. കാരണം അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന കാശിൻ്റെ നമ്മൾ 1/2 മണിക്കൂർ നേരം വീട്ടിൽ തന്നെ ഈ എക്സർസൈസ് ഈ 2025 തുടരുകയാണെങ്കിൽ നമുക്ക് 2025 വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാവുന്നതാണ്. ഈ കാണിക്കുന്നതിൽ കുറച്ചൊക്കെ ഒരു ഇത് ഉണ്ടെങ്കിൽ തന്നെയും അത് കാണിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നതാണ് എല്ലാവരും പരാതി പറയുന്നത്. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ് റെസ്ക്യൂ ടീം.